മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരാതിക്കാർ നൽകിയ 10 കോടി മോൻസൺ എന്തു ചെയ്തു എന്നതിന് ക്രൈംബ്രാഞ്ചിന് ഉത്തരമില്ല. ഇതാണ് ഇഡി അന്വേഷിക്കുന്നത്. മോൻസൺ മാവുങ്കലിനെയും KPCC പ്രസിഡന്റ് കെ സുധാകരനെയും യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കിയെയും പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. അന്വേഷണം രാഷ്ട്രീയപരമായി മാറ്റിയെന്നും എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ മോൻസന്റെ 1.88 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. പരാതിക്കാർ മോൻസൺ നൽകിയത് കള്ളപ്പണമാണോ എന്നും മോൻസന്റെ കൈവശം അനധികൃത സ്വത്ത് ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇഡി അന്വേഷിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതുവരെ മോൻസന്റെ സ്വത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിനിടെയാണ് നോർത്ത് പോലീസ് താക്കോൽ സൂക്ഷിക്കുന്ന മോൻസന്റെ വീട്ടിൽ മോഷണം നടന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയി എന്നാണ് കണ്ടെത്തൽ. എന്നാൽ വാതിൽ പൊളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മോഷണം നടന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. ഏതായാലും താക്കോല് സൂക്ഷിക്കുന്ന പോലീസ് ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഫെമ നിയമപ്രകാരം തടഞ്ഞു വെച്ചിരിക്കുന്ന 2.62 ലക്ഷം കോടി രൂപ ഉടൻ വിട്ടുകിട്ടണമെന്നും വിശ്വസിപ്പിച്ചാണ് 6 പേരിൽ നിന്നായി മോൻസൺ 10 കോടി കൈപ്പറ്റിയത്. 2018 നവംബറിൽ 25 ലക്ഷം രൂപ മോൻസന് കൈമാറിയത് കെ സുധാകരൻ നൽകിയ ഉറപ്പിന്മേലാണെന്നായിരുന്നു ഒരു പരാതിക്കാരന്റെ മൊഴി. തട്ടിപ്പ് കേസിലെ ആദ്യ പരാതിയാണിത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ സുധാകരനെ പ്രതിയാക്കിയപ്പോൾ മോൻസന്റെ സഹായിയിൽ നിന്ന് അക്കൗണ്ട് വഴി പണം കൈപ്പറ്റിയ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മോൻസന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നിട്ടും ഇവരുടെ പങ്കും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. മോൻസന്റെ കൊച്ചിയിലത്തെയും ആലപ്പുഴയിലും വീടുകളിൽ പുരാവസ്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നും അവിടെ മതിയായ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നുമുള്ള ഉത്തരവുകളും അന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇറക്കിയിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടന്നിട്ടില്ല. എന്നാൽ അന്വേഷണം തുടരുന്നതായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പറയുന്ന ആദ്യ കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയത്. അനുബന്ധ കുറ്റപത്രത്തിലാകും മോൻസൺ വാങ്ങിയ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മോൻസന്റെ ഭാര്യയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം കണ്ടെത്തിയിട്ടുമുണ്ട്. 10 കോടി രൂപയിൽ കുറെ ചെലവായെന്നും സംഭാവന നൽകുകയും ചെയ്തു എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. പുരാവസ്തു തട്ടിപ്പു കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളും. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വീട് വിട്ടുകിട്ടണമെന്ന ആവശ്യമായി മോൻസൺ കോടതിയെ സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കലിന്റെ മകൻ രംഗത്ത് എത്തിയിരുന്നു. മാർച്ച് 8-ന് വീട്ടിൽ മോഷണം നടന്നുവെന്നാണ് പറയുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായി എന്ന സംശയമുള്ളതായും എറണാകുളം നോർത്ത് പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവത്തിൽ കോടതി ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പു കേസിൽ മോൻസൺ മാവുങ്കൽ 1-ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ 2-ാം പ്രതിയുമാണ്. എറണാകുളം ACJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 3 പേർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. കെ സുധാകരന്റെ അടുത്ത ആളായ എബിൻ എബ്രഹാമാണ് 3-ാം പ്രതി. പുരാവസ്തു ഇടപാടിന്റെ ഭാഗമായി നിരവധി പേർ മോൻസൺ നൽകിയ 25 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് സുധാകരനെതിരായ കേസ്. ഇതിൽ തെളിവുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെ അറസ്റ്റ് ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യം ഉണ്ടായതിനാൽ പിന്നീട് വിട്ടയക്കുകയായിരുന്നു. അടുത്ത കുറ്റപത്രത്തിൽ കൂടുതൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മുൻ DIGS സുരേന്ദ്രൻ IG ലക്ഷ്മണനെയും അറസ്റ്റ് ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തെ തുടർന്ന് ഇരുവരും വിട്ടയക്കുകയുമായിരുന്നു. എന്നാൽ ഒരു CPM നേതാവും കേസിൽ പ്രതിയായില്ല എന്നതാണ് വിചിത്രമായ സംഗതി. സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം മോൻസണിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കണ്ടെത്തേണ്ടത്. സിവിൽ സർവീസിലെയും സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരുമായി അടുത്ത ബന്ധം ഇയാൾക്കുമുണ്ട്. വീടിന് പോലീസ് സുരക്ഷ, അതിഥികളെ സൽക്കരിക്കാൻ മുന്തിയ ഇനം മദ്യം, ഭക്ഷണം, അതിഥികൾക്ക് വിനോദത്തിനും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നൃത്തം. 10 കോടിയുടെ പുരാവസ്തു തട്ടിപ്പു കേസിൽ കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൻസൺ മാവുങ്കൽ ഈ പറ്റിച്ചവരിൽ പ്രമുഖ പ്രവാസി വ്യവസായം ഉൾപ്പെടുന്നു എന്ന് വേണം പറയാൻ. കലൂരിലെയും ചേർത്തലയിലെയും വീടുകളിലെ പുരാവസ്തു ശേഖരങ്ങൾ നല്ലൊരു പങ്കും വ്യാജനായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിദേശത്തേക്ക് പുരാവസ്തുക്കൾ കയറ്റുമതി ചെയ്ത വകയിൽ കിട്ടാനുള്ള പണം കേന്ദ്ര സർക്കാർ ഫെമ തടഞ്ഞുവെച്ചതായി തെറ്റിദ്ധരിപ്പിച്ചാണ് പലരെയും തന്റെ ഇടപാടിൽ ഇയാൾ പങ്കാളികളാക്കിയത്. കേന്ദ്രം പണം പിടിച്ചുവെച്ചതിനാൽ താൽക്കാലിക സാമ്പത്തിക ഞെരുക്കവുമുണ്ട്. ഈ തുക വിട്ടുകിട്ടാൻ ഡൽഹിയിൽ പണം മുടക്കേണ്ടി വരും. അതിന് ചെറിയ സാമ്പത്തിക സഹായം ഇപ്പോൾ നൽകിയാൽ പ്രത്യുപകാരമായി തന്റെ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലക്കാരായ 5 വ്യവസായികളിൽ നിന്ന് 10 കോടി രൂപ തട്ടിയെടുത്തത് ഇങ്ങനെ ആയിരുന്നു എന്നാണ് പലരും പറയുന്നത്.